2026 നമ്മൾ കടക്കുമ്പോൾ ടെക് ലോകം മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. എഐയും ഓട്ടോമേഷനും എല്ലാ മേഖലയും ഭരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാലാണ് നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു കരിയർ ഉണ്ടാവുക? 2026 ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാൻ പോകുന്ന ടോപ്പ് ലാംഗ്വേജുകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഒന്നാമതായി സംശയമില്ലാതെ പറയാം പൈത്തൺ. AI, മെഷീൻ ലേണിംഗ്, ഡേറ്റാ സയൻസ് എന്നിവയുടെ നട്ടെല്ല് പൈത്തൺ ആണ്. 2026 പൈത്തണിന്റെ ഡിമാൻഡ് കുറയാൻ പോകുന്നില്ല. ലളിതമായി പഠിക്കാം എന്നതും ഇതിന്റെ വലിയ പ്രത്യേകതയാണ്. പൈത്തണിന്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേത് ജാവാസ്ക്രിപ്റ്റ്. കൂടെ അതിന്റെ അഡ്വാൻസ്ഡ് വേർഷനായ ടൈപ്പ് സ്ക്രിപ്റ്റും ഉപയോഗിക്കാം. വെബ് ഡെവലപ്മെന്റ് ഉള്ളിടത്തോളം കാലം ജാവാസ്ക്രിപ്റ്റിന്റെ മരണമില്ല. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. മൂന്നാമത്തേത് SQL. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എത്ര വന്നാലും ഡേറ്റ കൈകാര്യം ചെയ്യാൻ SQL അറിഞ്ഞേ പറ്റൂ. 2026 ഡേറ്റ അനലിറ്റിക്സിനും AI-ക്കും പ്രാധാന്യം കൂടുമ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് അറിയാവുന്നവർക്ക് വൺ ഡിമാൻഡ് ആയിരിക്കും. നാലാമത്തേത് റസ്റ്റ്. സൈബർ സെക്യൂരിറ്റിക്കും സിസ്റ്റം പ്രോഗ്രാമിങ്ങിനും ഇന്ന് റസ്റ്റിനെ വല്ല മറ്റൊന്നില്ല. മെമ്മറി സേഫ്റ്റി ഉറപ്പാക്കുന്നതിൽ ഒന്നാമനായതുകൊണ്ട് തന്നെ വമ്പൻ കമ്പനികൾ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലുള്ള ആളുകൾ ഇപ്പോൾ റസ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞു. സൈബർ സെക്യൂരിറ്റിയിൽ താല്പര്യമുള്ളവർക്ക് ഇത് നിർബന്ധമാണ്. അഞ്ചാമത്തേത് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഗോ അഥവാ ഗോലാങ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെയും മൈക്രോ സർവീസിന്റെയും നട്ടെല്ലാണ് ഗോ. വളരെ വേഗതയുള്ളതും കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് എന്നതുമാണ് ഇതിനെ 2026 ക്ലൗഡ് എഞ്ചിനീയർമാരുടെ പ്രിയപ്പെട്ട ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, 2026 ഈ ലാംഗ്വേജുകൾ മാത്രം പഠിച്ചാൽ പോരാ, അവ AI ഉപയോഗിച്ച് എങ്ങനെ സ്മാർട്ടായി വർക്ക് ചെയ്യിക്കാം എന്നും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് എൻട്രിയുടെ എല്ലാ കോഴ്സുകളും ഇപ്പോൾ AI ഇന്റഗ്രേറ്റഡ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ വൈകിക്കേണ്ട, 2026 വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക.